നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയാനുള്ള കോൺഗ്രസിന്റെ നിർണായക നേതൃ ക്യാമ്പ് വയനാട്ടിൽ. ലക്ഷ്യ ലീഡർഷിപ്പ് സമ്മിറ്റ് എന്ന പേരിൽ ബത്തേരിയിൽ നടക്കുന്ന ക്യാമ്പ് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. MP-മാർ മത്സരിക്കുന്നതിൽ നയപരമായ തീരുമാനമുണ്ടായേക്കും. സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള മാനദണ്ഡം വിജയസാധ്യത മാത്രമാണെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. പ്രസംഗത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രന് പരോക്ഷ വിമർശനമുണ്ടായി. ആരും സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിക്കരുതെന്നായിരുന്നു KC വേണുഗോപാലിന്റെ പരാമർശം. ഒരു സംശയവും വേണ്ട, നമ്മളെല്ലാവരും പരസ്പരം മനസ്സിലാക്കണം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. വിജയം, അതായത് 100 സീറ്റിലധികം ജയിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ആ ഓപ്ഷനത്തിൽ നിന്ന് വിജയ സാധ്യതയായിരിക്കും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിലെ ഏറ്റവും വലിയ മാനദണ്ഡം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നമുക്കാർക്കും വേണ്ട. ആ തീരുമാനം വരുന്നതുവരെ നമ്മളാരും ഇന്നയാൾ സ്ഥാനാർത്ഥികളാവും അല്ലെങ്കിൽ ഞാൻ സ്ഥാനാർത്ഥിയാവും എന്നുള്ള സ്വയം പ്രഖ്യാപനം നടത്തണ്ട എന്നുള്ളതാണ് എനിക്ക് വിനയപൂർവ്വം നമുക്കെല്ലാവരോടും പറയാനായിട്ടുള്ളത്. മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. അസ്ലം, സമ്മിറ്റ് എങ്ങനെ പുരോഗമിക്കുന്നു? എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് കേരള നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത്? സ്ഥാനാർത്ഥികൾ, തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ എങ്ങനെ തയ്യാറെടുക്കുന്നു? തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട്, അല്ലെ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകൾ നേടുന്ന തരത്തിലേക്ക് വിജയത്തിലേക്ക് എത്തുക എന്നൊരു അജണ്ട മുൻനിർത്തിക്കൊണ്ടാണ് പ്രത്യേക പദ്ധതിക്ക് തന്നെ രൂപം നൽകുന്നത്. രാവിലത്തെ ഉദ്ഘാടന സെഷന് ശേഷം നേതാക്കൾ വ്യത്യസ്ത ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ടുള്ള ഗ്രൂപ്പ് ചർച്ചകളിലേക്ക് മാറിയിട്ടുണ്ട്. അതിൽ മധ്യമേഖല, അതോടൊപ്പം തന്നെ ദക്ഷിണമേഖല, ഉത്തരമേഖല എന്നിങ്ങനെ തിരിച്ചാണ് ഗ്രൂപ്പ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. ഇതിൽ ഓരോ ജില്ലകളിലെയും സാഹചര്യങ്ങൾ DCC പ്രസിഡന്റുമാർ ആദ്യഘട്ടത്തിൽ വിശദീകരിക്കും. തുടർന്ന് അവിടെ നിന്നുകൊണ്ടുള്ള തന്ത്ര രൂപീകരണങ്ങളും അതോടൊപ്പം തന്നെ സർക്കാരിനെതിരെ ക്യാമ്പയിനുകൾ ഇനി ഏതൊക്കെ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനൊക്കെയുള്ള ചർച്ചകളാണ് നടക്കുക. രാവിലെ ഉദ്ഘാടനം നിർവഹിച്ച ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നേരത്തെ അദ്ദേഹത്തെ സംസാരിച്ച പോലെ കൃത്യമായി തന്നെ 2-3 കാര്യങ്ങൾ മുൻനിർത്തിയാണ് അദ്ദേഹം സംസാരിച്ചത്. ഒന്ന്, CPM-ഉം BJP-യും വളരെ കൃത്യമായി തന്നെ ഇപ്പോൾ UDF-ന്റെ വിജയം മുൻനിർത്തിക്കൊണ്ട് അത് തടയാൻ വേണ്ടി ചില തന്ത്രങ്ങൾക്ക് രൂപം നൽകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് കോൺഗ്രസിൽ വ്യത്യസ്തമായ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി അടി നടക്കുന്നു തുടങ്ങിയുള്ള ചില കാര്യങ്ങൾ പിന്നെ റിപ്പോർട്ടുകളായി വരുന്നുണ്ട്. അത് CPM BJP-യുടെ പിന്നെ അടുത്തുനിന്ന് വരുന്ന തന്ത്രങ്ങളാണ്. അതിന് തലവെച്ചു കൊടുക്കുന്ന രീതിയിലേക്കുള്ള പരസ്യ പ്രതികരണങ്ങളിലേക്ക് നേതാക്കൾ പോകരുത്. മാധ്യമ പ്രതികരണങ്ങളിൽ ജാഗ്രത കാണിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട പരസ്യ പ്രഖ്യാപനങ്ങളിലേക്ക്, അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലുള്ള പരസ്യ ചർച്ചകളിലേക്ക് പോകാൻ പാടില്ല. വിജയം മാത്രം മാനദണ്ഡമാക്കിയുള്ള ഒരു സ്ഥാനാർത്ഥി നിർണ്ണയത്തിലേക്ക് ഹൈക്കമാൻഡ് മുന്നോട്ട് പോകുമെന്നും പറയുന്നു. മറ്റൊരു കാര്യം, താഴെത്തട്ടിലെ പ്രചരണവുമായി ബന്ധപ്പെട്ടാണ്. താഴെത്തട്ടിൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച വാർഡ് മെമ്പർമാർ, അതോടൊപ്പം മത്സരിച്ച സ്ഥാനാർത്ഥികൾ എന്നിവർക്ക് വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ വോട്ടുകൾ ചേർക്കാനുള്ള ഉത്തരവാദിത്തം നൽകുകയും അങ്ങനെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ചേർക്കുന്നവർക്ക് പാരിതോഷികം നൽകുന്ന രീതിയിൽ വോട്ട് ചേർക്കുക എന്ന് പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വോട്ടർ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അടിസ്ഥാനമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടും അതോടൊപ്പം തന്നെ ക്യാമ്പയിൻ ഒരു വശത്ത് ശക്തിപ്പെടുത്തിക്കൊണ്ടും വിജയത്തിലേക്ക് എത്താനുള്ള ശ്രമങ്ങളാണ് നൽകുന്നത്. CPM-ഉം BJP-യും ഒരു ഘട്ടത്തിൽ പിന്നെ ഒരുമിച്ച് നിന്നാൽ പോലും UDF-നെ പിന്നെ എതിർക്കാൻ ശ്രമിക്കും. അതിനുള്ള ശ്രമങ്ങൾ പലപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പ് കണ്ടതാണ്. അതിനെ മറികടക്കുന്ന രീതിയിലുള്ള ഒരു വിജയത്തിലേക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം എന്നതാണ് പറഞ്ഞത്. KPC പ്രസിഡന്റും നിലവിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള റിപ്പോർട്ടിംഗ്, അതായത് എങ്ങനെയാണ് വിജയിച്ചത്, അല്ലെങ്കിൽ എത്രത്തോളം അനുകൂല ഘടകങ്ങൾ ഉണ്ടായി, എവിടെയൊക്കെ പ്രതികൂല ഘടകം ഉണ്ടായി, അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് അവതരിപ്പിക്കുക. അതിന്മേലുള്ള ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ന് പൂർണ്ണമായും ഇന്ന് രാത്രി വരെയും അതോടൊപ്പം തന്നെ നാളെ ഉച്ചവരെ നടക്കുന്ന ചർച്ചകളിലൂടെ ഒരു മിഷൻ 2026 എന്ന രീതിയിലേക്കുള്ള ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ താഴെത്തട്ടിലെ പ്രവർത്തകരിലേക്ക് പോകുക എന്നുള്ളതാണ്. വിവാദങ്ങളോ വ്യക്തിപരമായ വിമർശനങ്ങളോ ഒന്നും വേണ്ടതില്ല. പകരം കൃത്യമായ നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, ഈ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിക്കൊണ്ടുള്ള ചർച്ചകളിലേക്ക് മാത്രം പോയാൽ മതി എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. എന്തായാലും ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, അതോടൊപ്പം ദീപാദാസ് മുൻഷി, ഡോക്ടർ ശശി തരൂർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളും രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളൊക്കെ തന്നെയും പങ്കെടുക്കുന്നുണ്ട്. മുൻ KPC പ്രസിഡന്റുമാരിൽ പങ്കെടുക്കാതിരിക്കുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാത്രമാണ് എന്നുള്ളതുകൂടി നോട്ട് ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ബാക്കി എല്ലാ നേതാക്കളും, പ്രധാനപ്പെട്ട നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. ഈ ഒരു ക്യാമ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ UDF-ന് ഒരു ആഘാതം എന്ന അർത്ഥത്തിലാണ് ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെതിരായ ഒരു CBI അന്വേഷണ ശുപാർശ സംബന്ധിച്ച റിപ്പോർട്ട് വന്നത്. അതേസമയം അതിനെ ഒറ്റക്കെട്ടായി തള്ളിക്കൊണ്ടും സതീഷിന് പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് നേതാക്കൾ ഇന്ന് യോഗത്തിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും സജീവമായ ചർച്ചകൾ വയനാട് നടക്കുന്ന കോൺഗ്രസിന്റെ ക്യാമ്പിൽ പുരോഗമിക്കുകയാണ്.